ഇതാണ് ഗൈസ് പഴമാങ്ങ വേവിക്കുക. ശർക്കരയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ നല്ല പഴുത്ത മാങ്ങയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കുക. അത് ഇളക്കൊന്നും വേണ്ട അല്ലേ. ഈ ശർക്കര ഇങ്ങനെ മെൽറ്റാവും. ശർക്കര ഇങ്ങനെ മെൽറ്റായിട്ട് ഇങ്ങനെ മാങ്ങ കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ നമുക്ക് എത്ര കാലം ഇതിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് വായിലെ വെള്ളമൊക്കെ വരും ഗൈസ്. അതെ, നമുക്ക് നല്ലൊരു മണമൊക്കെ വന്നിട്ട് നമുക്ക് ഇതെന്താ ഇത് മുളക് പൊടിയാവില്ലേ ഈ മുകളിൽ. ഞങ്ങളെ വീട്ടിലത്തെ അടുക്കള ഇപ്പോൾ ഭയങ്കര നീറ്റായതുകൊണ്ട് മൊത്തം കാണിക്കാൻ പറ്റൂല ഗൈസ്. അയ്യ ശബ്ദം കണ്ടു. ഇങ്ങനെ മാങ്ങയാക്കി കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാലും ഉപയോഗിക്കാം കേട്ടോ. കറി വെക്കാനൊക്കെ ഉപയോഗിക്കാം. ഓ ആ മാങ്ങട്ട കറി ഗൈസ്, അതിൻ്റെ ഒരു സ്വാദുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സ്വാദാണ്. അത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാം. നന്നായി വെന്ത് തിളച്ചു കൊണ്ടിരിക്കുന്ന മാങ്ങ. അയ്യോ ഇതാണ് ആ മാങ്ങ, നൈസ് മാങ്ങ. മാങ്ങക്കൂട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഗൈസ്. കാര്യമുണ്ട്, ഈ ഷുഗർ ഉള്ളവരിത് വല്ലാതെ കഴിക്കണമെന്നൊന്നല്ല. കാരണം എൻ്റെ അമ്മമ്മയ്ക്കൊക്കെ ഇപ്പോൾ ഷുഗർ കൂടി. അതുകൊണ്ട് ടേക്ക് കെയർ. ഷുഗർ ഉള്ളവരുടെ അടുത്തേക്ക് ഈ സാധനം കൊണ്ടുവരുത്. അത് കണ്ടാൽ കഴിക്കാൻ തോന്നും. ഇത് ഈ പരുവത്തിലേക്കായി ഗായ്സ്. ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സായി. വെള്ളം നന്നായിട്ട് വറ്റിയാൽ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം.